B2 കംപ്ലീറ്റ് ചെയ്ത ഈ പ്രൊജക്റ്റിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണുള്ളത്. അതോടൊപ്പം ഒരു ലിവിങ് ഡൈനിങ് ഉണ്ട്, പിന്നെ ഒരു മോഡുലർ കിച്ചണും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ അകത്തെ വിശേഷങ്ങൾ കാണാം. സിറ്റ് ഔട്ടിൽ നിന്ന് കയറുമ്പോഴത്തേക്കും നമുക്ക് ലിവിങ് ആണ് വരുന്നത്. ലിവിങ് എന്ന് പറയുന്നത് ഡബിൾ ഹൈറ്റ് ആണ്. നമ്മൾ ചെയ്തിരിക്കുന്നത് TV യൂണിറ്റ്, LCD യൂണിറ്റ് വിത്ത് പൂജ യൂണിറ്റ് ആണ്. ഈ വീടിന് പ്രത്യേകിച്ച് പൂജാ റൂം ഇല്ലാത്തത് കാരണം നമ്മൾ ലിവിങ്ങിൽ തന്നെ LCD യൂണിറ്റിനോട് ചേർന്ന് നമ്മളൊരു പൂജ യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റ് വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വാളിൽ വെയിൻസ്കോട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഗോൾഡൻ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ലിവിങ്ങിൽ നമ്മൾ 4 സീറ്റർ സോഫയാണ് കൊടുത്തിരിക്കുന്നത്. 3+1 റെക്സിനിൽ ചെയ്ത നമ്മുടെ തന്നെ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ ചെയ്ത 3+1 സോഫയാണ് ചെയ്തിരിക്കുന്നത്. സെൻട്രൽ നമ്മളൊരു കോഫി ടേബിൾ കൊടുത്തിട്ടുണ്ട്. ലിവിങ്ങും ഡൈനിങ്ങും ഒരുമിച്ച് ചെയ്ത കാരണം നമ്മളൊരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. പാർട്ടീഷൻ എന്ന് പറയുന്നത് പൗഡർ കോട്ടിൽ MSL പൗഡർ കോട്ട് ചെയ്തിരിക്കും. ഫ്ലൂട്ടഡ് ഗ്ലാസോട് കൂടിയിട്ടുള്ള ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ഒരു പാർട്ടീഷനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് ഡൈനിങ് ഏരിയയിലാണ്. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് 6 സീറ്റർ ഡൈനിങ് ടേബിൾ ആണ്. ഡൈനിങ് ടേബിൾ ടോപ്പ് എന്ന് പറയുന്ന കോട്ട്സ് ആണ്. റെക്സിനിൽ ചെയ്ത മഹാഗണി വുഡിൽ ചെയ്ത നമ്മുടെ തന്നെ യൂണിറ്റിൽ ചെയ്ത 6 ചെയേഴ്സ് ആണ്. നമുക്കൊരു സിറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കോമൺ വാഷ് യൂണിറ്റ് ചെയ്തിരിക്കുന്നത് വളരെ മിനിമൽ ആയിട്ടാണ്. ഷോവാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടൈല് കൊടുത്തു. ഒരു എക്സഗൺ ടൈപ്പ് മിറർ, അതോടൊപ്പം തന്നെ യൂണിറ്റ് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർ. വുഡ് പാനലിംഗ് ചെയ്ത് ടഫൻ ഗ്ലാസോട് കൂടി B2 തന്നെ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റെയർ ആണ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന കിച്ചൺ ലൈറ്റ് ഗ്രീൻ കളർ കിച്ചണും WPCയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. WPC വിത്ത് മൈക്ക ഫിനിഷിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പിനെ ഭംഗി കൂട്ടാൻ നമ്മളൊരു കുറച്ചുകൂടി ഡാർക്ക് ഗ്രീൻ ചെയ്ത് ഷട്ടേഴ്സ് എല്ലാം, അതായത് ഓവർ യൂണിറ്റിന് ഷട്ടേഴ്സ് എല്ലാം നമ്മൾ അലുമിനിയം പ്രൊഫൈൽ വിത്ത് ബ്ലാക്ക് കളർ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. മാക്സിമം ആക്സസറീസ് ആഡ് ഓൺ ചെയ്തുകൊണ്ടാണ് നമ്മൾ കിച്ചൺ ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്പേസിന് വേണ്ടിയിട്ട് നമ്മൾ ടോൾ യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ബാസ്ക്കറ്റുകൾ എല്ലാം ടാൻഡം ബോക്സ് ബാസ്ക്കറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. 5 ബാസ്ക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ ഒരു മാജിക് കോർണർ യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. മാജിക് കോർണർ യൂണിറ്റ്, ഒരു പാൻ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഒരു കിങ് സൈസ് കോട്ട് ഫുള്ളി അപ്പോളസ്റ്ററി കവർ ചെയ്ത് അതിൻ്റെ ഹെഡ് ബോർഡെല്ലാം കർവ്ഡ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സൈഡ് ടേബിളെല്ലാം നമ്മൾ ഫ്ലൂട്ടഡ് മൈക്കയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കോട്ടിൻ്റെ ഷോവാൾ നമ്മൾ ചെയ്തിരിക്കുന്നത് 3D ഡിസൈനിലാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന 3D ഡിസൈൻ. ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നതും ആ ഒരു വാളാണ്. ഈ ബെഡ്റൂമിൻ്റെ സീലിംഗ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ജിപ്സം വിത്ത് മറൈൻ പ്ലൈവുഡിൽ ലാമിനേറ്റ് ഫിനിഷിംഗ് ആണ്. ഒരു വുഡൻ ഡിസൈൻ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഗസ്റ്റ് ബെഡ്റൂമിലേക്ക് നമുക്ക് കിടക്കാം. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് കിങ് സൈസ് കോട്ട്. ഷോവാൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മൾട്ടി വുഡിൽ തന്നെ ഒരു ചെക്ക് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ പെയിൻറ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. കോട്ടിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെഡ് ബോർഡിൽ കുഷൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഷോവാൾ ഹൈലൈറ്റ് ചെയ്യാൻ നമ്മളൊരു ഫോട്ടോ ഫ്രെയിം വെച്ചിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലും ഒരു ബെഡ്റൂം വെച്ച് എല്ലാ ബെഡ്റൂമിലും നമ്മൾ ഈ വർക്കിനകത്ത് നമ്മൾ ബേ വിൻഡോ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു 3 ഡോർ വാർഡ്രോബാണ്. മറൈൻ പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷും. ഡോർസ് എല്ലാം, മെയിൻ ഡോറുകളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് അലുമിനിയം പ്രൊഫൈൽ വിത്ത് ബ്ലാക്ക് കളർ ടിൻറ്റഡ് ഗ്ലാസ്സിലാണ്. നമ്മളൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. വാർഡ്രോബിനോട് അറ്റാച്ച് ചെയ്ത് ഒരു മിററും ജസ്റ്റ് ഒരു യൂണിറ്റ് മാത്രം. ഫസ്റ്റ് ഫ്ലോർ ലിവിങ്ങിനെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് സ്റ്റെയർ കയറി വരുമ്പോൾ നമ്മളൊരു കൃഷ്ണൻ്റെയും രാധയുടെയും ഒരു സ്റ്റാച്ചു നമ്മുടെ വാളിനകത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തന്നെ ആളുകൾ ചെയ്തു. വളരെ മനോഹരമായിട്ടാണ് ഇതിൻ്റെ ആർട്ട് വർക്ക് നമ്മുടെ വർക്കേഴ്സ് ചെയ്തിരിക്കുന്നത്. ഈ കയറി വരുമ്പോൾ ലിവിങ്ങിനെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ആവുന്നത് ഈ കൃഷ്ണൻ്റെ രാധയുടെ വിഗ്രഹമാണ്. നമ്മളൊരു കൺസോൾ യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. കൺസോൾ യൂണിറ്റ്, അതോടൊപ്പം തന്നെ കൺസോൾ യൂണിറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 3D ഡിസൈനിൽ വിത്ത് ലൂവറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കിഡ്സ് ബെഡ്റൂം കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഷോവാൾ ഹൈലൈറ്റ് ചെയ്യാൻ നമ്മൾ വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഒരു ബുക്ക് ഷെൽഫ്, അതോടൊപ്പം 2 ഡോർ വാർഡ്രോബ്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മളൊരു സ്റ്റഡി ടേബിളും ബുക്ക് ഷെൽഫാണ് കൊടുത്തിരിക്കുന്നത്.
കുട്ടികളുടെ ടേസ്റ്റ് എന്താണോ അതനുസരിച്ചിട്ട് എക്സാക്റ്റ് 3D ടിറ്റോ 3D തന്നെയാണ് നമ്മളിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കടക്കാം. ഫസ്റ്റ് ഫ്ലോറിലാണ് മാസ്റ്റർ ബെഡ്റൂം. കിങ് സൈസ് കോട്ടാണ്. കുഷിനെല്ലാം റെക്സിനിൽ കവർ ചെയ്ത് ഹെഡ് ബോർഡെല്ലാം കുഷിൻ കൊടുത്ത് 10 ഇഞ്ച് മാട്രസാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഷോവാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വുഡനിൽ ഒരു ഡിസൈൻ മൈക്ക ഫിനിഷിങ്ങിനോട് കൂടി വുഡനിലെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഒരു കസ്റ്റമൈസ്ഡ് വാൾപേപ്പർ. നമ്മൾ 3 ഡോർ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. 3 ഡോർ വാർഡ്രോബ് നമ്മൾ ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈവുഡിൽ മൈക്ക ഫിനിഷിങ്ങും, മെയിൻ ഡോറുകൾ 3 ഡോറുകൾ അലുമിനിയം പ്രൊഫൈലിൽ വിത്ത് ബ്ലാക്ക് ടിൻഡർ ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളൊരു ഡിസ്പ്ലേ യൂണിറ്റ് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ഷെൽഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വർക്കിംഗ് ടേബിൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാളിനെ ഒരു ക്യൂരിയസ് എല്ലാം അപ്ലൈ ചെയ്യാൻ റൗണ്ടിൽ MS നമ്മളൊരു മറ്റൊരു ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഡ്രസ്സിംഗ് യൂണിറ്റും ചെയ്തിട്ടുണ്ട്. നമ്മളെ ഒരു കസ്റ്റമർ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ, ഒരു വീടിൻ്റെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് നമ്മളെ ഏൽപ്പിക്കുകയാണെങ്കിൽ A to Z വർക്ക് കഴിഞ്ഞ് നമുക്ക് കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ കഴിയും.